മാം എന്തൊക്കെയാണ് ഈ IVFന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ? IVF എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര തെറ്റിദ്ധാരണകളാണ്. ശരീരത്തിന് പുറത്ത് എഗ്ഗും സ്പേമും ചേർന്ന് കുഞ്ഞിന്റെ സെല്ലായ എംബ്രിയോ ആയി ഗർഭാശയത്തിലേക്ക് നിക്ഷേപിച്ച് ചെയ്യുന്ന ചികിത്സാ രീതിയാണ്. അപ്പൊ തന്നെ ആൾക്കാരുടെ പേടി എന്താ? സ്പേം വേറെ ആരുടെങ്കിലും ആയിരിക്കുമോ, എഗ്ഗ് വേറെ ആരുടെങ്കിലും ആയിരിക്കുമോ, കുഞ്ഞ് ഞങ്ങളുടെ തന്നെ ആയിരിക്കും? അതൊക്കെയാണ് ഒരുപാട് പേരുടെയും പേടികൾ. പേടിക്കേണ്ടതേ ഇല്ല. അവനവന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അതിനു വേണ്ടി ചികിത്സിക്കുക. അല്ലാതെ ചെയ്യുന്നത് നിയമത്തിനെതിരായ ശിക്ഷാർഹമായ രീതിയാണ്. അവനവന്റെ എഗ്ഗും സ്പേമും ചേർന്ന് ചെയ്യാനുള്ള IVF ട്രീറ്റ്മെന്റിൽ വേറൊരാളുടെ എഗ്ഗോ സ്പേമോ ചേർത്തുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒരിക്കലും ഒരു നല്ല IVF സെന്ററിലും ചെയ്യില്ല. അതിനെക്കുറിച്ച് ആരും പേടിക്കേണ്ടത് തന്നെയില്ല. IVF എല്ലാവർക്കും എടുക്കേണ്ടതാണോ അതോ? കുഞ്ഞുങ്ങളാകാനായിട്ടുള്ള ട്രീറ്റ്മെന്റ്സിൽ ഏറ്റവും സക്സസ് റേറ്റ് കൂടുതലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഓരോ മാസവും ജീവനുള്ള കുഞ്ഞിന്റെ സെല്ലിനെ ഗർഭാശയത്തിലേക്ക് നിക്ഷേപിച്ച് നമ്മൾ വിശേഷത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് കാരണം സാധാരണ ഒരു ചികിത്സാ രീതിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പം IVFന്റെ പ്രഗ്നൻസി റേറ്റ് വളരെ ഹൈ ആണ്. 30 തൊട്ട് 50% ഓരോ തവണയും ഓരോ മാസവും വിശേഷമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്പേം തീരെ കുറവ്, ഏത് ട്രീറ്റ്മെന്റ് ചെയ്താലും കൂടുന്നില്ല. ട്യൂബുകൾ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആണ്, നീക്കം ചെയ്തിരിക്കുന്നു. അവർക്ക് ശരീരത്തിനകത്ത് നമ്മൾ മനസ്സിലാകുന്നതിനനുസരിച്ച് പ്രഗ്നന്റ് ആകാൻ ഒരു മാർഗ്ഗമില്ല, കാരണം ആ സ്ഥാനമില്ല. IVFന്റെ ലെവലിലെ മരുന്നുകൾ ചെയ്യാതെ അല്ലാതെ എഗ്ഗുകൾ വിരിയില്ല. ഈ പറഞ്ഞവർക്ക് IVF ട്രീറ്റ്മെന്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അവർ എത്ര വർഷം ചികിത്സിച്ചിട്ടുണ്ടെങ്കിലും എത്ര വർഷം അവർ ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിലും IVF ചെയ്ത് എംബ്രിയോ വെക്കുന്ന ആ ഒരു മാസമേ അവർക്ക് പ്രഗ്നൻസിക്ക് ശരിക്കും ഒരു സാധ്യത തന്നെ വരുന്നുള്ളൂ. അവര് ശരിയായ ട്രീറ്റ്മെന്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവര് അച്ഛനും അമ്മയും തീർച്ചയായും ആകും. സാധാരണഗതി ആദ്യത്തെ ഒരു എംബ്രിയോ ട്രാൻസ്ഫറിൽ ആയില്ലെങ്കിൽ തന്നെയും ഒരു 3 ട്രാൻസ്ഫറിനുള്ളിൽ അവർ പ്രഗ്നന്റ് ആകുകയും കുഞ്ഞുങ്ങളാകുകയും ചെയ്യും. അപ്പോൾ ഒരു തവണ IVFയിലൂടെ പ്രഗ്നന്റ് ആയവർക്ക് വീണ്ടും പ്രഗ്നന്റ് ആവണമെങ്കിൽ ഇനി അങ്ങനെ തന്നെ പറ്റുള്ളൂ? അത് ഏത് കാരണത്തിനാണ് നമ്മൾ IVF ചെയ്തേ എന്നുള്ളതിനെ അനുബന്ധിച്ചിരിക്കും. സ്പേം തീരെ കുറവാണ്, മരുന്നുകൾ ചെയ്താലും കൂടുന്നില്ല, അല്ലെ അണ്ടവും ബീജവും കൂടെ ചേരാനുള്ള ട്യൂബുകൾക്ക് ബ്ലോക്ക്, അല്ലെ IVFന്റെ ലെവൽ മരുന്ന് ചെയ്താലേ ഓവുലേഷൻ നടക്കുകയുള്ളൂ. ഇവർക്ക് വീണ്ടും എംബ്രിയോ വെച്ചാൽ തന്നെ പ്രഗ്നന്റ് ആകുള്ളൂ. ഒരു തവണ IVF ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും 3 or 4 തവണ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത അതിൽ നിന്ന് തന്നെയുണ്ട്. ചില ദമ്പതികൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ലെങ്കിലും അവര് കുഞ്ഞുങ്ങളാകുന്നില്ല. അവർക്ക് 2 വർഷത്തിലേറെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവർ പ്രഗ്നന്റ് ആകുന്നില്ലെങ്കിൽ ഉള്ളിൽ നടക്കുന്നതിന് തടസ്സമാണ് എന്നുള്ളത് മനസ്സിലാക്കി അവർക്കും നമ്മൾ IVF തന്നെയാണ് ചെയ്യാറ്. ഒരുപക്ഷെ അവരുടെ ടെൻഷനോ സ്ട്രെയിനോ മാത്രമായിരുന്നിരിക്കാം അവരുടെ ഒരു തടസ്സം. ഒരു പ്രതീക്ഷയുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ അവരുടെ ആ ടെൻഷൻ മാറുമ്പോൾ അവരുടെ ഉള്ളിലുള്ള സാഹചര്യം ശരിയാവുമ്പോൾ IVF ഇല്ലാതെയും പ്രഗ്നന്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചാൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്